നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ഫോട്ടോ ഇടുകയും അതിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതിലിപ്രകാരമായിരുന്നു എഴുതിയത്: കേരളത്തിൽ നല്ല യുക്തിബോധമുള്ള, ബുദ്ധിയുള്ള, മനുഷ്യത്വമുള്ള മാധ്യമപ്രവർത്തകരോ മീഡിയക്കാരോ ഇല്ല. ആയതിനാൽ മറ്റ് രാജ്യക്കാർ, ദേശക്കാർ എന്നോട് സംസാരിക്കാൻ വരട്ടെ. മീഡിയ വരണം, ന്യൂസ് റീഡർമാർ വരണം. ഗുരുനാഗ സൈരന്ധ്രി ദേവി. എന്നിട്ട് താഴെ ഞാൻ എഴുതി വെച്ചു: BBC ന്യൂസ്, അമേരിക്കൻ ന്യൂസ്, പോളണ്ട് ന്യൂസ്, ഇംഗ്ലണ്ട് ന്യൂസ്, നൈജീരിയ ന്യൂസ്, ഈജിപ്റ്റ് ന്യൂസ്, ചൈന ന്യൂസ്, നേപ്പാൾ ന്യൂസ്, പിന്നെന്ത് ജപ്പാൻ ന്യൂസ്. അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചപ്പോഴേ അതിൻ്റെ അടിയിൽ വന്ന് കുറേ വിവരദോഷികൾ വന്ന് എഴുതി വെച്ച്. അതിൽ വിവരവും വിവേകവും ഉള്ളത് ഒരു മനുഷ്യന് മാത്രമുണ്ട്. ആ മനുഷ്യൻ്റെ പേര് മോഹൻ നായർ എന്നാണ്. ഇത് ഇവൻ്റെ തന്നെ ഈ സന്തോഷ് ഗോപാലിൻ്റെ ഫേക്ക് ഐഡികളാണ് ഇതിനകത്തുള്ള മിക്കതും. കാരണം എന്ന് വെച്ചാൽ ഈ പൊട്ടന് എന്നോട് നല്ല അസൂയയും ദേഷ്യമുണ്ട്. ആ ദേഷ്യവും അസൂയയും തീർക്കാൻ വേണ്ടി ഈ മരപ്പൊട്ടൻ ഒരു കാരണമില്ലാത്ത ദേഷ്യവും ഒക്കെ ഈ മരപ്പൊട്ടൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളും തെറി കൂട്ടിയും ഒക്കെ എഴുതി വയ്ക്കാറുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ എഴുതി വയ്ക്കുമ്പോൾ ഞാൻ ഈ പൊട്ടനെ നല്ലവണ്ണം പണി കൊടുക്കും. അപ്പോൾ ഈ പൊട്ടൻ എന്ത് ചെയ്യും? ഈ പൊട്ടനെ ആരും താങ്ങാനില്ലാത്തതുകൊണ്ട് പൊട്ടൻ തന്നെ 4-5 ഫേക്ക് ഐഡികൾ ഉണ്ടാക്കിയിട്ട് അയാൾ സംരക്ഷണ വലയം അങ്ങ് തീർത്ത്. മനുഷ്യരുടെ കുടില ബുദ്ധിയൊന്നും എനിക്കറിയില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടൻ ഇവിടെ എഴുതി വെച്ച്: നിന്റെ ഭ്രാന്ത് മലയാളികൾ മാത്രം അറിഞ്ഞാൽ പോരെ, വിദേശികളെ കൂടി അറിയിച്ച് നാണം കെടണം. നന്നായി ഇംഗ്ലീഷിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആവാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പോലും കഴിവില്ല. എന്തിനേറെ മറ്റൊരു പെണ്ണിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വന്ന് കൈകടത്തുന്ന, സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും വേറൊരു പെണ്ണിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് വന്ന് കൈകടത്തുന്ന ഈ നാറിക്ക് എന്ത് വിവേക യോഗ്യതയാണ് ഉള്ളത്? അതുകൊണ്ടാണ് ഈ പൊട്ടനെ ഞാൻ പിടിച്ച് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇട്ടേക്കുന്നത്. സ്വന്തമായിട്ട് ഭാര്യയുണ്ട്, കാരണം ആ ഭാര്യയുടെ കാര്യം പോലും നോക്കാൻ കഴിയാതെ എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണായ ഒരു നാഗാ സൈരന്ധ്രിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്കാണ് കടന്നു കയറുന്നത്. അങ്ങനെയുള്ള പൊട്ടനാണ് ഇംഗ്ലീഷ് പരിജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത്. ഈ പൊട്ടന് 6 വിവരദോഷികൾ വന്ന്
ലൈക്ക് ചെയ്തു. ആ 6 പേരിൽ കൂടുതലും ഈ പൊട്ടൻ്റെ ഫേക്ക് ഐ ഡികളാണ്. ഫേക്ക് ഐ ഡികൾ, ഈ പൊട്ടൻ്റെ തന്നെ ഫേക്ക് ഐ ഡികളാണ്. അപ്പോൾ ഞാൻ ഈ പൊട്ടന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ മറുപടി. അപ്പോൾ ഈ പൊട്ടനെ സംരക്ഷിക്കാൻ ആരുമില്ല. ആരുമില്ലാത്തതുകൊണ്ടൊന്ന് എഴുതി പിടിപ്പിക്കാൻ പോലും, എന്നെ 2 തെറി വിളിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ ഈ പൊട്ടൻ തന്നെ 1-2 ഫേക്ക് ഐ ഡികളങ്ങ് ഉണ്ടാക്കി അതിനകത്തിൽ എഴുതി പിടിപ്പിക്കാൻ കാണിക്കാം. ഇതാണ്ട് ഇതൊക്കെ ഫേക്ക് ഐ ഡികളാണ്. അപ്പോൾ നേരായ ഐ ഡിയിൽ വന്ന് തെറിയില്ലാതെ എഴുതുകയും ഫേക്ക് ഐ ഡിയിൽ വന്ന് നല്ല തെറി കൂട്ടി എഴുതുകയും ചെയ്യും ഈ മരപ്പൊട്ട്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു, നേരായ ഐ ഡിയിൽ വന്ന് തെറി എഴുതി വെച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആരൊക്കെയോ ഇയാളുടെ ദേശത്തുള്ള, ഇയാളുടെ സ്ഥലത്തുള്ള ആരൊക്കെയോ ഇയാളെ കളിയാക്കി നന്നായിട്ട്. അപ്പോൾ എന്നെ, അതായത് അയാളെ സംരക്ഷിക്കാനും അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വരുത്തുവാനും വേണ്ടി കുറേ ഫേക്ക് ഐ ഡികളും കൂടെ അങ്ങ് ഇറക്കി പുള്ളിക്കാരൻ തന്നെ. എന്നിട്ട് അതിനകത്ത് വന്ന് എഴുതിയിടുകയാണ്. ആദ്യം മര്യാദയ്ക്ക് ആ രാജ്യങ്ങളുടെ പേരെഴുതാൻ പഠിക്കുക. എന്നിട്ട് അതാണ്ട് ഞാൻ ഈ ഭാഷകൾ ഇവിടെ പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ചില നേരത്തെ ഇതൊക്കെ പറയുന്നുണ്ട്. പേജ് കമ്മ്യൂണിറ്റി ഗൈഡൻസ് വെച്ച് ഇത് അവരത് റിപ്പോർട്ട് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എഴുതി വയ്ക്കുന്നത്. അതായത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പഠിച്ചെടുത്ത ഭാഷയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവിടെ എഴുതി വെച്ച്. ഈ പൊട്ടൻ്റെയൊക്കെ അതിനെന്തിനാണ് ഇവറ്റകളുടെയൊക്കെ മനസ്സ് കിടന്ന് ഇത്രയും കിടന്ന് ബേജാറാവുന്നതെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതാണ്ടേ കണ്ടോ? അതായത് ഞാൻ നേപ്പാൾ ന്യൂസ്, നൈജീരിയ ന്യൂസ് അങ്ങനെയൊക്കെ എഴുതിയതിന് ഇവറ്റകളുടെ എന്തിനെ സാമാന്യമായിട്ട് വലിച്ചു പറിക്കുന്നതെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. ഞാൻ എൻ്റെ കാര്യമാണ് എഴുതുന്നത്. എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകളാണ്. ആ വാക്കുകൾ കണ്ട് വ്രണം പൊട്ടി കുരു പൊട്ടുന്നത് ഇവർക്കാണ്. അത് എന്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്കിപ്പോഴും അറിയാൻ കഴിയുന്നില്ല. അതാണ് കണ്ടോ, ഇവറ്റകൾ വെറുതെ വന്ന് എഴുതി സമയം കളയുകയാണ്. ഇവറ്റകൾക്കൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവറ്റകൾ വന്ന് എഴുതിയിടുമോ? വല്ല ട്യൂഷൻ സെൻ്റർ ഉണ്ടോ അവക്കത്തില്ലേ? അല്ലെങ്കിൽ 10 പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പോയി അങ്ങനെ പേരെടുക്കത്തില്ലേ? അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. ദാണ്ടെ നാണവും മാനവും ഇല്ലാത്ത, ദാണ്ടെ ഞാൻ അത്ര എഴുതി വെച്ചതിന് എന്നെ വിളിക്കുവാണ്. ഇവറ്റകളുടെ അടുത്ത് ഞാൻ യാതൊന്നിനും പോയിട്ടില്ല, എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചേക്കുക. എനിക്കറിയത്തില്ല എന്തോ വലിക്കാനാണോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവറ്റകളെ പിടിച്ച് ഒരു കാരണമില്ലാതെ ഇങ്ങനെയൊക്കെ വന്ന് എഴുതി വയ്ക്കുമ്പോൾ ഇവറ്റകളെ എന്ത് ചെയ്യണം? മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കൊണ്ടുപോകണം. അത് മാത്രമല്ല, ഇതാണ്ട് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആളുകൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ പഠിച്ച ഇംഗ്ലീഷ് വേറെ, ഞാൻ പഠിച്ച ഇംഗ്ലീഷ് വേറെ. ഈ ലോകത്ത് പല ഭാഷകളും ഇംഗ്ലീഷ് പല രീതിയിലാണ് ആളുകൾ പഠിക്കുകയും ഒക്കെ പഠിക്കുമല്ല, വാക്കുകൾ ഉച്ചരിക്കുന്നത്, പഠിത്തമല്ല. ആ ഇംഗ്ലീഷിൻ്റെ ഉച്ചാരണം പല രീതിയിലാണ്. എത്രയോ
രാജ്യങ്ങളിൽ തന്നെ പല രീതിയിലുള്ള ഉച്ചാരണം ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, ഇംഗ്ലീഷ് തന്നെ. അതൊന്നും സത്യം പറഞ്ഞാൽ ഇവറ്റകൾക്ക് അറിയില്ല, അത്രമാത്രമുള്ള അറിവോ വിവേകമോ ഒന്നുമില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വിവേകശാലിയായ ഒരാളെ കണ്ട്, മോഹൻ നായർ. മനസ്സിലായോ? മോഹൻ നായർ എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ കണ്ടു. ഇനിയുണ്ട്, ഇനി വേറെ ഒരുത്തനുണ്ടായിരുന്നു, എന്ത് അവന് ഇതാണ്ടേ അന്തം കമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ആണ്ടേ. ആ രാജ്യങ്ങളുടെ പേര് ആദ്യം ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചിട്ട് പോരെ ചർച്ച. പോളണ്ടും ഈജിപ്തും നൈജീരിയയുമൊക്കെ ഈ പോളണ്ടും മോഹൻ നായർ വന്നല്ലോ, ഇദ്ദേഹത്തെയൊക്കെ മോഹൻ നായർ ലൈവിൽ വന്നിട്ടുണ്ട്. ഈ മോഹൻ നായർ അദ്ദേഹത്തെ പോലുള്ളവർ വേണം ഈ കേരളത്തിൽ വേണ്ടുന്നത്. കാരണം അദ്ദേഹം നല്ലൊരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേപോലെയുള്ളൊരു സെൻറ്റൻസ് ഇവരെയൊക്കെ വേണം ഈ വെളിയിലേക്ക്. മോഹൻ നായർ ഇവരെയൊക്കെ വേണം. എനിക്ക് കൂട്ടായിട്ട് വേണ്ടത് അവരെ പോലുള്ളവരെയൊക്കെയാണ്. അപ്പോൾ ഇതാണ്ട് അന്തം കമ്മി എന്ന് പറയുന്ന ഒരു പഴവിണ്ണാക്കൻ ഇവിടെ എഴുതിയിട്ടേക്കുന്നത്, ആ രാജ്യങ്ങളുടെ പേരാദ്യം ഇംഗ്ലീഷിൽ എഴുതാൻ പഠിച്ചിട്ട് പോരെ ചർച്ച. പോളണ്ടും ഈജിപ്തും നൈജീരിയയുമൊക്കെ സ്പെല്ലിങ് നോക്ക് ശാസ്ത്രജ്ഞന്ന്. അപ്പോഴേ ഞാൻ എഴുതിയത് നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ വായിച്ചിട്ടും അവൻ മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവന് മറുപടി കൊടുത്തിട്ടുണ്ട്, എടാ മണ്ടൻ മരപ്പാഴെ, എൻ്റെ ഇംഗ്ലീഷ് ഇതാണ്, ഞാൻ ഇങ്ങനെ എഴുതുന്നു. എന്തായാലും ഞാൻ എഴുതിയത് നീ വായിച്ചെടുത്തില്ലേ, പിന്നെ എന്തിനാടാ പൊട്ട നീ നിൻ്റെ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കുന്നതെന്ന്. അന്നേരം എന്നെ തെറി വിളിച്ചുകൊണ്ടാണ് എഴുതിയത്. ബിന്ദു എനിക്ക് ഒരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ട്. തിരിച്ച് ഞാൻ ബിന്ദുവിന് ലവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രകാശ് ലൈക്ക് തന്നു. പ്രകാശിന് ഇഷ്ടചിഹ്നം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രകാശിന് ഇഷ്ടചിഹ്നം കൊടുത്തിട്ടുണ്ട്. ബിന്ദുവിനൊക്കെ ഭയങ്കരമായിട്ട് നല്ല രീതി ഞാൻ ഇഷ്ടപ്രകടനമൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ പോലുള്ളവരൊക്കെ വേണം എനിക്ക് കൂട്ടായിട്ട് വേണ്ടുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് എന്താ എന്നൊന്നും അറിയാത്ത. ഇനി മോഹൻജി, ഇപ്പോൾ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീയൊക്കെ ഞാൻ എഴുതിയിട്ടത് നേരാവണ്ണം വായിച്ചല്ലോ, എന്നിട്ടും അവന് മനസ്സമാധാനം കിട്ടുന്നില്ല. അപ്പോൾ അതാണ്ട് ഗംഗൻ അണ്ണൂർ പറയുന്ന ഒരു പഴവിഴങ്ങ മരപ്പൊട്ടൻ, ഞാൻ എഴുതിയത് ആ മരപ്പൊട്ടൻ നന്നായിട്ട് അവിടെ വായിച്ചിട്ടുണ്ട്. അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് പദം ഉച്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവന് മനസ്സമാധാനമില്ല. ഈ ലോകത്ത് ഇംഗ്ലീഷും ഒന്നും അറിയാത്തവർ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പോലും മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഈ കേരളത്തിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനൊരു പോസ്റ്റ് ഇട്ടത്. കാരണം ഈ ലോകത്ത് മലയാളം അറിയാൻ കഴിയാത്തവരും ഇംഗ്ലീഷ് അറിയാൻ കഴിയാത്തവരും
ഭാഷകൾ ഏതോ ആകട്ടെ, ഒന്നും അറിയാൻ കഴിയാത്തവർ ജീവിക്കേണ്ട ഒരു ഇടമാണ് കേരളം. കേരളം മാത്രമല്ല, ഈ ലോകത്ത് മുഴുവൻ അത്ര ആളുകളുണ്ട്. ഊമയായിട്ട് ജീവിക്കുന്നവരില്ലേ, ഭാഷകൾ അറിയാൻ കഴിയാത്തവരില്ലേ. അപ്പോൾ അവരെയൊക്കെ ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ജീവിക്കേണ്ട ഒരു ഇടമാണ് ഈ ഭൂമി എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കിയ ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാൻ കഴിയാത്തവർക്കും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയുണ്ട് എന്ന് ഞാൻ എൻ്റെ ഓരോ പേജിലൂടെയും ഇവിടെ കുറിച്ചിടുകയാണ്. അതൊക്കെ എനിക്ക് മറ്റ് രാജ്യങ്ങളിലേക്കും ദേശങ്ങളിലേക്കും പ്രചരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് പുറത്തുള്ള ഇത്തിരി ഇവിടെ വിവേകവും വിവരവും ഒക്കെ ഉള്ള പുറത്തുള്ള മീഡിയക്കാർ ഇവിടേക്ക് വരണമെന്ന് പറയുന്നത്. അല്ലാതെ ഈ തെണ്ടിയപ്പോഴൊക്കെ ഉള്ളതൊക്കെ ഇവിടെ ജീവിക്കുവാണെങ്കിൽ എന്തുമായിരിക്കും? കഷ്ടമായി പോകത്തില്ലേ? ഒരാൾക്ക് ഭാഷ അറിയില്ല എന്ന് കരുതി ഈ തെണ്ടിയപ്പോഴുള്ളവരൊക്കെ അവരെ കൊല്ലാൻ ചെല്ലും. മനസ്സിലായോ? ഇവ എന്നിട്ട് ഞാൻ എഴുതി വെച്ചത് നേരാവണ്ണം വായിക്കുകയും ചെയ്തു, എന്നിട്ടും ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തു, ഞാൻ എഴുതിയത് നിനക്ക് വായിക്കാൻ അറിയാത്തത് എൻ്റെ കുറ്റമല്ലടാ. നിനക്ക് എഴുതാൻ അറിഞ്ഞിട്ടും നിന്നെ ആരും അറിയുന്നില്ലല്ലോ. നിന്നെ ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ വരണം, അല്ലെങ്കിൽ നിന്നെ ആരും അറിയില്ല. കമൻറ്റ് യൂട്യൂബിൽ ഓടുന്നുണ്ട് മണ്ട, നിന്നെ വെച്ച് ഞാൻ പണം ഉണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ ഈ അന്തം കമ്മിക്ക് പറഞ്ഞു കൊടുത്ത അതേ വാക്കുകൾ മോഹൻ നായർ പറയുന്നുണ്ട്. അതായത്, എടാ മണ്ടം മരപ്പാഴെ, എൻ്റെ ഇംഗ്ലീഷ് ഇതാണ്, ഞാൻ ഇങ്ങനെ എഴുതുന്നു. എന്തായാലും ഞാൻ എഴുതിയത് നീ വായിച്ചെടുത്തില്ലേ, പിന്നെ എന്തിനാടാ പൊട്ട നീ നിൻ്റെ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ ഒരു വാക്ക് ഈ ഗംഗൻ അണ്ണൂരെന്ന് പറയുന്ന അവന് മോഹൻ നായർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ജീവിക്കേണ്ട ആളാണെന്ന്. അങ്ങനെയൊക്കെ ഉള്ളവർ വേണം എനിക്ക് വേണ്ടുന്നത്. എന്ത് ചെയ്യും മോഹൻ നായർ? എന്ത് ചെയ്യും? മോഹൻ നായരെ പോലുള്ളവർ വേണം ഈ ലോകത്ത് വേണ്ടുന്നത്. മനസ്സിലായോ? മോഹൻ നായർ നായരുടെ ഉണ്ട് നക്ഷത്ര കണ്ണുള്ള മുഴുവട്ടനാണ്. മോഹൻ നായർ ഇവിടെ പറയുന്ന നല്ലൊരു സെൻറ്റൻസാണ്. ഇതല്ലല്ലോ മോഹൻ നായരൻ്റെ. അദ്ദേഹത്തെ പോലെയുള്ളവരെയാണ് എനിക്ക് വേണ്ടുന്നത്. ഇതൊക്കെ തെറികളാണ്. ഈ ഭൂലോകത്ത് യാതൊരു ഭാഷ അറിയാൻ കഴിയാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശം ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള മോഹൻ നായരിനെ പോലുള്ളവർ വേണം ഈ കേരളത്തിൽ വേണ്ടത്. യുക്തിബോധമുള്ളവർ പോലും അത്ര ഒരു കമൻ്റ് ഇടത്തില്ല. ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞേക്കുക. വല്ല കാര്യമുണ്ട്? ഇംഗ്ലീഷ് അറിയാവുന്ന ഇവന്മാരെയൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നവന്മാരാണ് ഇതൊക്കെ. അവന്മാരൊക്കെയാണ് ഇവിടെ വന്ന് തെറിയിൽ കുളിച്ച് കിടക്കുന്നത്. അവന്മാർ തന്നെ തെറിയിൽ കുളിച്ച് കിടക്കുക. ഞാനല്ല, ഇവന്മാരൊക്കെ തന്നെയാണ് തെറിയിൽ കുളിച്ച് കിടക്കുന്നത്. വല്ല അറിവുള്ളവന്മാരാ തെറി വിളിച്ച് തെറിയിൽ തന്നെ കുളിച്ച് കിടക്കുക. എന്ത് ചെയ്യും മോഹൻ നായരുടെ
അദ്ദേഹം നല്ലൊരു വാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതാണ് നോക്കുന്നത്. ഞാനൊന്ന് നന്നായിട്ട് നോക്കട്ടെ. അവരെപ്പോലുള്ളവർ വേണം എനിക്ക് വേണ്ടത്. അല്ലാതെ കുട്ടൻ കൊയിലാണ്ടി താണ്ട വന്നല്ലോ രാവിലെ. കുട്ടൻ കൊയിലാണ്ടി ഈ ലൈവിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിനകത്തിൽ വന്ന് ലൈവിൽ വന്ന് തെറിയൊന്നും പറയുന്നില്ല. പക്ഷെ കുട്ടൻ കൊയിലാണ്ടി ഈ പേജിനകത്തിൽ എഴുതിയിടാൻ നേരം പൂരത്തെറിയാണ് പറയുന്നത്. പൂരത്തെറി എന്ന് വെച്ചാൽ പൂരത്തെറി. മോഹൻ നായരുടെ നല്ലൊരു അദ്ദേഹം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നല്ലൊരു വാക്ക് എഴുതിയിട്ടിട്ടുണ്ട്. പക്ഷെ അത് വേണമായിരുന്നു 4 ആളുകളെ ഒന്ന് കാണിക്കേണ്ടത്. അതിപ്പോൾ കാണുന്നില്ലല്ലോ. അത് പോട്ടെ. ഇതൊക്കെ എന്തൊക്കെയാണോ എഴുതി വെച്ചേക്കുന്നത് എനിക്കറിയില്ല. എന്തോ വലിക്കാനാണോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ മലയാളം വാക്ക് തെറ്റുകൂടാതെ എഴുതാനറിയാത്ത ഈ ഇതാണുണ്ട് എന്നെ പഠിപ്പിക്കാൻ നടക്കുക. തെറ്റുകൂടാതെ ഈ ലോകത്ത് ആരുണ്ട് നേരായ വണ്ണം എഴുതുന്നത്? ഓരോരുത്തരും എഴുതുന്നത് അവരുടെ ശൈലി വെച്ചാണ് എഴുതുന്നത്. അവർ പഠിച്ചത് എന്താണോ അതാണ് അവരെഴുതുന്നത്. മാത്രമല്ല ഈ കീബോർഡിനകത്തിൽ ചില സമയത്ത് ചില വാക്കുകൾ വരില്ല. അതിന് വാക്കുകൾ വരാത്തതിന് അവരെ ചെന്ന് വെട്ടിക്കൊലപ്പെടുത്തിയാൽ മതിയോ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശ അധികാരം ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ഈ BBC ന്യൂസിലും രാജ്യങ്ങളിലേക്ക് കടത്തി വിടണം. കേരളത്തിലുള്ള മണ്ടരെ ഇതുപോലെയാണെന്ന് എനിക്ക് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്തിക്കണം. ഇവിടെ ഭാഷയുടെ പേരിലും അറിവിൻ്റെ പേരിലൊക്കെ ആളുകളെ തെറി വിളിക്കുന്നവരാണ് ഈ കേരളത്തിലുള്ളത് എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണം BBC ന്യൂസുകാരൊക്കെ വരുമ്പോൾ. ഈ കുട്ടൻ കൊയിലാണ്ടിയെ പോലുള്ള വിവരം കെട്ട നാറികളാണ് ഈ കേരളത്തിലുള്ളതെന്നും അതുപോലെ ഈ ബെഞ്ചമിൻ ഇവരെ പോലൊക്കെ ഉള്ളവരാണ് ഈ കേരളത്തിലുള്ളതെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ മോഹൻ നായരുടെ ഒരു നല്ല സൂപ്പർ ഡയലോഗ് ഉണ്ടായിരുന്നു. അത് നോക്കുക. അത് കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട് ഉച്ചാരണത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ എഴുതിയേക്കുന്നത്. പക്ഷെ ഞാനത് നോക്കിയിട്ട് കാണുന്നില്ല. ഏത് കമൻറ്റിലാണോ എന്തോ ആർക്കോ അദ്ദേഹം കൊടുത്തൊരു മറുപടിയാണ്. എനിക്ക് അദ്ദേഹത്തെ പോലുള്ളവരാണ് എനിക്ക് വേണ്ടത്. അതായത് ഈ കുട്ടൻ കൊയിലാണ്ടിയെ പോലെയുള്ള വിവരം കെട്ടതിനെയും അതുപോലെ തന്നെ ബെഞ്ചമിനെ പോലുള്ള വിവരദോഷികളെയും നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ ഇതുപോലെയൊക്കെയുള്ള മരപ്പാഴുകളെയൊക്കെ ഈ കേരളത്തിന് ആവശ്യമില്ല. കേരളത്തിന് ആവശ്യമുള്ളത് മോഹൻ നായരിനെ പോലുള്ളവരെയൊക്കെയാണ് വേണ്ടത്.
അതൊക്കെ എനിക്ക് ലോകത്തേക്ക്, എനിക്ക് BBC ന്യൂസിലേക്കൊക്കെ പിന്നെ അറിയിച്ചു കൊടുക്കണം ഈ കേരളത്തിലുള്ള വിവരദോഷികളെ പറ്റി. അതിനാണ് എനിക്ക് എന്ത് ചെയ്യുന്നു. ഇനി പോട്ടെ. മോഹൻ നായരുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത് ഒന്ന് ഏത് കമൻറ്റിലായിരുന്നു, ഇത്രയും നേരം നോക്കിയിട്ടും കണ്ടില്ല. മോഹൻ നായർ അതെടുത്ത് കളഞ്ഞു. ആണ്ടെ ഈ നാറിയൊക്കെ ഞാൻ എഴുതി നന്നായിട്ട് വായിച്ചെടുത്ത്, എന്നിട്ടും മനസ്സമാധാനം കിട്ടുന്നില്ല. ഓൾ കമൻറ്റ് നന്നായിട്ടൊന്ന് നോക്കട്ടെ. എനിക്ക് ഇവറ്റകളെ ഇതുപോലെയുള്ള ആളുകളെ വെളിയിലേക്ക് എത്തിക്കാനാണ് എനിക്ക് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വേണമെന്ന് പറയുന്നത്. ഇവിടെ ഭാഷ അറിയാൻ കഴിയാത്തവർക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ട് എന്ന് ഈ ലോകത്തുള്ള എല്ലാ അതെ മോഹൻ നായരുടെ പിന്നെ അതിമനോഹരമായ ഒരു എന്തായാലും വാക്കുകളാണ്. ഇത്തരത്തിലുള്ളവർ വേണം നമ്മുടെ കേരള ജനതയ്ക്ക് വേണ്ടത്. കേരളത്തിൽ മാത്രമല്ല, ഈ ലോകത്ത് മുഴുവൻ വേണ്ടുന്നത് ഇദ്ദേഹത്തെ പോലുള്ളവരുടെ വാക്കുകളാണ്. അതായത് ഗംഗൻ ഈ നാറിക്ക് മറുപടി കൊടുത്തത്, ഈ വിവരദോഷിക്ക്, ഈ വിവരം കെട്ടവന് മറുപടി കൊടുത്തേക്കുക. ഡിയർ, ബേസിക് ഇംഗ്ലീഷ് എന്താണ് എന്ന് പഠിക്കുക. ഇംഗ്ലീഷിൽ നൗൺ എന്ന് ഒരു വിഭാഗമുണ്ട്. അതിൻ്റെ സ്പെല്ലിങ് മാറ്റം വരുത്തിയാലും ഉച്ചാരണം കറക്റ്റ് ആയാൽ മതി. അത് നൗണിന് മാത്രം ബാധകം ആണ്. അതിനാൽ ഇങ്ങനെയുള്ള വാക്കുകൾ തെറ്റല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഇവർക്കൊന്നും അത്ര വിവേകമോ അറിവോ ഇല്ല. അതല്ലേ ഈ മണ്ടരെ ഞാനിട്ട് വട്ട് തട്ടുന്നതെന്ന്. അപ്പോൾ മോഹൻ നായർ ഇവിടെ എഴുതി വെച്ചു, അതേ നാഗാജി, യു ആർ കറക്റ്റ്, താങ്ക്സ് എന്ന്. അപ്പോൾ ഗംഗം വന്ന് ഗൂഗിൾ ഇംഗ്ലീഷ് ഇങ്ങോട്ട് വന്ന് തർജ്ജമ ചെയ്ത് ന്യായീകരിക്കാൻ നോക്കുക. മനസ്സിലായി? ഇത് ഗൂഗിൾ ഇംഗ്ലീഷാണ്. അയാൾക്ക് ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ഗൂഗിൾ ഇംഗ്ലീഷ് വന്ന് തർജ്ജമ ചെയ്ത് ഇങ്ങോട്ട് ഇട്ടേക്കുക. പിന്നെ അയാളുടേതായിട്ടുള്ള രീതിയിൽ. മനസ്സിലായോ? ഇയാൾ മാത്രം ഇംഗ്ലീഷ് എഴുതുന്നതാണ് ശരിയെന്നാണ് ഈ പൊട്ടം വിചാരിക്കുന്നത്. അല്ല, ഇംഗ്ലീഷ് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഉച്ചരിക്കാം. ഒരു ദേശത്തെ ഇംഗ്ലീഷ് ആയിരിക്കത്തില്ല മറ്റൊരു രാജ്യത്തെ ഇംഗ്ലീഷ്. വേറൊരു രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല വേറൊരു ഇംഗ്ലീഷ് പിന്നെ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി രാജ്യങ്ങൾ പോട്ടെ, ഓരോ ദേശങ്ങളിലും ഓരോ മനുഷ്യരും അവരവരുടെ ഉച്ചാരണത്തിന് അനുസരിച്ച ഇംഗ്ലീഷാണ് എഴുതുകയും പറയുകയും ചെയ്യുന്നതെന്ന് ഈ മരപ്പൊട്ടന്മാർക്കറിയില്ല. അത് ഈ ലോകത്തിൽ ഏറ്റവും അറിയാവുന്ന ഒരാളാണ് ശ്രീ ഗുരു നാഗ സൈരന്ധ്രി ദേവി. അതായത് ഈ കേരളത്തിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും എഴുതുന്നവരും
പല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, പല തരത്തിൽ ഇംഗ്ലീഷ് എഴുതുന്നവരുണ്ട്. അത് ഈ പൊട്ടന്മാർക്കറിയില്ല. ഇത് നന്നായിട്ട് എനിക്കറിയാം. അത് വളരെ കറക്റ്റായിട്ട് മോഹൻ നായർ ഇവിടെ എഴുതി വെച്ചു. അപ്പോൾ എൻ്റെ ഏറ്റവും, അതായത് ഈ കേരളത്തിലെ ഞാൻ കഴിഞ്ഞാൽ പിന്നെ ബ്രില്യൻ്റായിട്ടുള്ള ഒരാൾ മോഹൻ നായരാണെന്ന് ഞാൻ ഈ ലൈവിലൂടെ പ്രസ്താവിച്ചിരിക്കുന്നു. മനസ്സിലായോ? അദ്ദേഹത്തിന് നല്ല അറിവും കഴിവും വിവേകവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണെന്ന് ഈ ലൈവിലൂടെ ഞാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൂടുതലൊന്നും വേണ്ട, ഈ വാക്കുകൾ മതി. അദ്ദേഹത്തിൻ്റെ ജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ മോഹൻ നായർ, അദ്ദേഹത്തിൻ്റെ ഈ ഒരൊറ്റ എഴുത്ത് മതി. മനസ്സിലായോ? ഈ ഒറ്റ എഴുത്ത് അതാണ്ട് ഞാനത് പറയാൻ ചെയ്തു. ഇവർക്കൊന്നും അത്ര അറിവോ വിവേകമോ ഒന്നുമില്ല. അപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളാൻ വരുവാണ് പിന്നെയും അണ്ണൂര്. മനസ്സിലായോ? ഇത് ഞാൻ വേറൊരുത്തിന് മറുപടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള പൊട്ടന്മാരെക്കുറിച്ചും കേരളത്തിലുള്ള മണ്ടന്മാരെക്കുറിച്ചും കൂടെ എനിക്കൊന്ന് പറയാൻ വേണ്ടിയാണ്, വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് BBC ന്യൂസും അവരും ഒക്കെ ഇവിടേക്ക് വന്ന് എന്നെ ഇൻ്റർവ്യൂ എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. ഉണ്ട് ഇവൻ എൻ്റെ ഇംഗ്ലീഷിനെ കുറിച്ച് അവൻ നേരായ വണ്ണം അതവിടെ എഴുതിയിട്ട് അത് എഴുതിയിടുകയും ചെയ്തു. എന്നിട്ടും ആ മരപ്പൊട്ടന് പിന്നെ അത് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവനൊന്ന് മനസ്സിലാക്കണം. നാഗസൈരന്ധ്രി ദേവി അവിടെ എഴുതിയിട്ടത് ഞാനിത് മനസ്സിലാക്കി എടുത്തില്ലേ, ഇന്ന രാജ്യങ്ങളാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കി എടുത്തില്ലേ, അതല്ലേ കറക്റ്റ്, ഞാൻ ചെയ്തതല്ലേ കറക്റ്റ് എന്ന് സ്വയം ആത്മവിശ്വാസത്തോടുകൂടി പറയാനുള്ള കഴിവും ഈ പൊട്ടനില്ലാതെയായി. അപ്പോഴേ ഞാനിവിടെ പറയുന്നുണ്ട്, എടാ മണ്ടൻ മരപ്പാഴെ, എൻ്റെ ഇംഗ്ലീഷ് ഇതാണ്, ഞാൻ ഇങ്ങനെ എഴുതുന്നു, എന്തായാലും ഞാൻ എഴുതിയത് നീ വായിച്ചെടുത്തില്ലേ, പിന്നെ എന്തിനാടാ പൊട്ട നീ നിൻ്റെ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കുന്നത് എന്നും കൂടി ഞാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ കഴിയാത്തവർക്കും മലയാള ഭാഷ എഴുതാൻ കഴിയാത്തവർക്കും എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഈ കേരളത്തിൽ ഒരാൾക്കുമില്ല. ഊമകൾ ഇവിടെ ജീവിക്കുന്നില്ലേ, ഭാഷകൾ അറിയാൻ കഴിയാത്തവർ ജീവിക്കുന്നില്ലേ? അപ്പോൾ ഈ വിവരങ്ങൾ എനിക്ക് വെളിയിലുള്ള രാജ്യങ്ങളിലേക്ക് എനിക്ക് പടർത്തണം. ആ പടർത്തണം ഇവിടെയുള്ള വിവരദോഷികളായ മനുഷ്യരെക്കുറിച്ചും അതുപോലെ ഈ രാജ്യത്തിൻ്റെ അങ്ങിങ്ങോളം കിടക്കുന്ന രാജ്യങ്ങൾ, അതുപോലെ ഈ രാജ്യത്തിനകത്ത് തന്നെ അങ്ങിങ്ങോളം കിടക്കുന്ന ദേശങ്ങൾ, അവിടെയൊക്കെ ഇതുപോലെയുള്ള മരപ്രാന്തന്മാർ കാണും. അവർക്കൊക്കെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് എനിക്ക് മറ്റുള്ള ദേശക്കാരിലേക്ക് എൻ്റെ കൂടുതൽ ന്യൂസുകൾ പോകണമെന്ന് പറയുന്നത്. BBC ന്യൂസ് വരട്ടെ, അമേരിക്കൻ ന്യൂസ് വരട്ടെ, പോളണ്ട് ന്യൂസ്, ഇംഗ്ലണ്ട് ന്യൂസ്, നൈജീരിയ എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതിയത് ആ മരപ്പൊട്ടന്മാർ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. എന്നിട്ടും മനസമാധാനം കിട്ടുന്നില്ല. എന്ത് ചേലാന്ന് പറഞ്ഞാട്ട് ഈജിപ്റ്റ് ഞാനിവിടെ എഴുതി വെച്ച് അത് ആ മരപ്രാന്തന്മാരത് വായിച്ചിട്ട് അവർക്ക് മനസമാധാനം കിട്ടുന്നില്ല. വായിച്ചെടുത്ത് പക്ഷെ അവർക്ക് തൃപ്തി കിട്ടുന്നില്ല. അവരാ വാക്കുകൾ കിടക്കുകയാണ്. അതായത് ഉച്ചരിച്ചു, ഞാൻ എഴുതിയ വാക്കുകൾ അവർ വേണ്ട വിധം ഉച്ചരിച്ച് മനസ്സിലാക്കി എടുക്കുകയും ചെയ്ത്, എന്നിട്ടും ആ തെണ്ടികൾക്കും അത് താൻ അത്രയും ചെയ്തല്ലോ എന്ന് ഉള്ള ബോധം പോലും വരുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ആരെ പോലുള്ളവരെയാണ്? മോഹൻ നായരിനെ പോലുള്ളത്. അവരാണ് ഈ ദേശത്ത് വേണ്ടത്. കേരളത്തിനകത്തും പുറത്തുമൊക്കെ അവരെ പോലുള്ളവരാണ് വേണ്ടത്. കുട്ടൻ കൊയിലാണ്ടി ലൈവിൽ വന്ന് വീരവാദം അടിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പേജിലേക്ക് വരുന്നോണെ
മുഴുപ്രാന്തും വട്ടത്തരവും തെറിയുമാണ് എഴുതി വയ്ക്കുന്നത്. ഞാൻ ഇന്ന് വരെ നാഗ സൈലന്ദ്രയോട് ഒരക്ഷരം തെറി പറഞ്ഞിട്ടില്ല. നീ കള്ളത്തരം പറയില്ലേ, പെരുങ്കള്ള. ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇവിടെ ഇട്ട് എന്നെ നാറ്റിക്ക്. ഞാനിപ്പോൾ ദേവിയുടെ ആരാധകനാണ്. നീ കൂടുതൽ ആരാധകൻ പറഞ്ഞൊന്നും വരണ്ട. നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ ശിഷ്യൻ നീ ആവണ്ട. നിനക്കതിനുള്ള യോഗ്യതയില്ല. നീ ആ മോഹൻ നായരുടെ അടുക്കൽ പോയി ഇംഗ്ലീഷ് ഉച്ചാരണവും ഒക്കെ നീ എല്ലാം പഠിക്ക് കേട്ടോ. ഞാൻ ഈ മോഹൻ നായർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിന്നെയൊക്കെ ഇവിടെ നിന്ന് ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞ് നിന്നെയൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക. എൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾക്കൊക്കെ തെറി കേട്ട് ഊപ്പാട് വരും. അപ്പോൾ ഞാൻ പറയുന്നു, എന്ത് ചെയ്യും മോഹൻ നായർ? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. അദ്ദേഹം നല്ലൊരു ഒരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. മനസ്സിലായോ? അദ്ദേഹം എന്താണ് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് ഒരു ശിഷ്യന്മാരാകാൻ നോക്ക്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മോഹൻ നായർ. അദ്ദേഹത്തെ പോലുള്ളവരാണ് കേരളത്തിൽ വേണ്ടത്. ഇവൻ കണ്ണാടി ഇട്ടുകൊണ്ട് രാവിലെ എൻ്റെ തെറിയേക്കാൻ വരും, എന്നും വരും. അവൻ്റെ പെണ്ണുപിള്ളേരുടെ അടുത്തിരിക്കാൻ നേരമില്ല, എൻ്റെ തെറിയേക്കാൻ വരുക. എന്നും വന്ന് പറയാറുണ്ട്, മിക്കപ്പോഴും വന്ന് പറയും തൊഴിലുറപ്പിന് പോകാൻ. ഞാൻ അവനോട് പറഞ്ഞു, എടാ നിൻ്റെ കാലിൻ്റെ ഇടയിൽ രോമം പറിച്ച് നീ അങ്ങ് തൊഴിലുറപ്പെടുക്കാൻ. എന്നും തെറിയേക്കാൻ വരും. അതും കൂടെ ഒരു സുഖമാണ്. ഞാൻ എന്ന് അവനെ വെച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങി അന്ന് തൊട്ട് അവൻ കണ്ണാടി ഫിറ്റ് ചെയ്ത് കറുത്ത കണ്ണടയിട്ട്. ഞാനൊന്ന് പറഞ്ഞു പോയി, എടാ പേട്ടാൻ തലയാ കഷണ്ടി തലയാന്ന്. പിന്നെ ആ കഷണ്ടി തല മറച്ച് വെച്ചോണ്ട് കൂളിംഗ് ഗ്ലാസും വെച്ചോണ്ടാണ് വരുന്നത്. അവനെ ഈ 6-7 ഇത്രയും മണ്ടന്മാരവനെ മണ്ടരി. ഇതിലെ മിക്കതും ഇവൻ്റെ തന്നെ ഫേക്ക് ഐഡികളാണ്. ഇത്രയും മണ്ടന്മാർ ഇവനെ സപ്പോർട്ട് ചെയ്ത് വരികയും ചെയ്തു. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ എന്നൊക്കെ പറയുന്ന ഇവനെ തന്നെ സംരക്ഷിക്കുക, ഇവൻ തന്നെ ഇറക്കുമതി ചെയ്ത കുറേ ഫേക്ക് ഐഡികളുണ്ട്. ഇപ്പം ചെളിയിൽ കിടക്കുക സന്തോഷ് ഗോപാൽ. നേരത്തെ സന്തോഷ് കോട്ടയം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം ഈ കോട്ടയം എടുത്ത് മാറ്റി. ആളുകൾ പറഞ്ഞു കാണും, എടേ ഈ കോട്ടയം എന്നുള്ള പേര് നീ അങ്ങ് മാറ്റണം, നീ നിൻ്റെ സ്വന്തമായിട്ടുള്ള പേരിടണം, കോട്ടയത്തിനെയും കൂടെ നീ നാണം കെടുത്തരുത് എന്ന് അവൻ്റെ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ പൊട്ടനെ പറ്റി അറിയാവുന്നവർ ഈ പൊട്ടനോട് പറഞ്ഞു, എന്തി അവിടെ തിരുമോന്ത, ഈ പൊട്ടനോട് പറഞ്ഞ് നീ ആ കോട്ടയം എന്നുള്ള പേരെടുത്ത് മാറ്റുക. പിന്നെ കോട്ടയം മാറ്റിയിട്ട് ഗോപാലനാക്കി. അവിടെ സന്തോഷ് ഗോപാലൻ ഇങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഞാൻ പിടിച്ചിട്ടേക്കോ. അവിടെ കിടന്ന് അവൻ തൊഴിലുറപ്പ് നടത്തട്ടെ, കാലങ്ങോട്ട് രണ്ടിടത്തും കവച്ച് വെച്ചിട്ട് വലിച്ചു പറിക്കട്ടെ. വേറെയുണ്ട് തൊഴിലുറപ്പുകാരന്മാരിവിടെ. എൻ്റെ പേജിനകത്ത് മൊത്തം തൊഴിലുറപ്പുകാരേ ഉള്ളൂ. അവർക്ക് വേറെ പണിയൊന്നും അറിയത്തില്ല. കേരളത്തിനകത്തിരി വിവരവും വിവേകവും ഉള്ളത് മോഹൻ നായർ മാത്രമുണ്ട്. ഞാൻ നോക്കിയിട്ട് അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ ഇങ്ങോട്ട് എഴുതി വയ്ക്കുമ്പോൾ നല്ല വിവരവും വിവേകവും ഉള്ള ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ മരപ്പാടികൾക്കൊക്കെ പിന്നെ ഫേക്ക് ഐഡികളാണ്. ഒന്നിനും ഒരു ഒന്നിനും ഒരു വിവരമോ വിവേകമോ ഒന്നും തന്നെ ഇല്ല. വിവരവും ഇല്ല, വിവേകവും ഇല്ല, ഒന്നുമില്ലാത്ത തെണ്ടികൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇവറ്റകളുടെ ഈ വീഡിയോ ഞാൻ എടുത്ത് എവിടെയാണ് ഇടുന്നത്? മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ഇടുകയാണ്. അവിടെ കടന്ന് ഇവന്മാരെ വെച്ച് ഞാൻ കുറേ കാശുണ്ടാക്കും. മനസ്സിലായോ?
ഇത്രയും എണ്ണത്തിനും കൂടെ മെൻ്റൽ ഹോസ്പിറ്റൽ, ഈ ലൈക്ക് അടിച്ചവന്മാരും എല്ലാം മെൻ്റൽ ഹോസ്പിറ്റലിൽ വരട്ടെ. നിനക്കൊക്കെ ഉള്ള ചാപ്പാടും എല്ലാം അവിടെ ഉണ്ട്. അവിടെ കൊണ്ടിട്ടിട്ട് ഞാൻ ഇവറ്റകളെ എല്ലാം എടുത്തിട്ട് കുറേ കോടികളുണ്ടാക്കും. ഈ ഭ്രാന്തന്മാരെയൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് ഇട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് ഇവന്മാർക്ക് കൊടുക്കത്തില്ല, ഞാൻ തന്നെ വെച്ച് കഴിക്കും. എന്നിട്ട് എനിക്ക് കുറേ ദാനം ധർമ്മം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ആ പൈസ ഞാൻ അവർക്കും കൊടുക്കും. അവർക്കും ഞാനും എടുക്കും, അവരും എടുക്കും. അപ്പോൾ ഇവിടെ വന്ന് ഊമ്പിച്ചാവുന്നത് ആരാണ്? ഈ പൊട്ടന്മാരും വട്ടന്മാരുമാണ്. ഈ വിഡ്ഢികൾ അവിടെ വന്ന് വെറുതെ വന്ന് ഉള്ള സമയം കളഞ്ഞ് എന്നെ തെറി വിളിച്ച് എഴുതും. ആ വിഡ്ഢികൾക്ക് മറുപടി കൊടുത്ത് ഞാൻ മെൻ്റൽ ഗ്രൂപ്പിലെടുത്തിട്ടും അതിൽ നിന്നും വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനും എൻ്റെ പരിവാരങ്ങളും കൂടെ അന്തസ്സായിട്ട് ദാനധർമ്മം ചെയ്ത് ഞങ്ങൾ ഞഞ്ഞഞ്ഞോ അടിക്കും. ഇവന്മാർക്ക് 10 പൈസ കിട്ടുമോ? ഇല്ല. ഞാനും എൻ്റെ ശിഷ്യഗണങ്ങളും എൻ്റെ സുഹൃത്തുക്കളും എല്ലാം കൂടെ ആ കാശ് വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മം ചെയ്ത് കളിക്കും. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുമ്പോൾ അവർക്ക് 500ഉം 1000ഉം ഒക്കെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഈ പൊട്ടന്മാർ വലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, ഈ മരപ്പാഴുകൾ. പിന്നെ നമ്മുടെ മോഹൻ നായരിനോട് എനിക്ക് പറയാനുള്ളത് 70 34 766 363 ആ നമ്പറിലേക്ക് എന്നെ വന്ന് പറ്റുമെങ്കിൽ എന്നോട് കൂട്ടുകൂടാൻ വരിക, അല്ലെങ്കിൽ നേരിട്ട് വരിക. അതുപോലെ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഉണ്ടെങ്കിൽ 75588755593 അതിലേക്ക് ഒരു കുഞ്ഞു തുക ഇട്ടിട്ട് എന്നോട് കൂട്ടുകൂടുക. അതുപോലെ തിരിച്ച് ഞാനും അങ്ങോട്ട് ദാനധർമ്മം ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ കളിയിലേക്ക് പോകാം. മോഹൻ നായരോടാണ് പറഞ്ഞത്. അദ്ദേഹം ഈ കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു ആളാണ്. അപ്പോൾ മോഹൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, വളരെ ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് ഞാൻ പറയുന്നത്. 75588755593 അതിലേക്ക് വന്നിട്ട് എനിക്കൊരു കുഞ്ഞ് ദക്ഷിണ തരിക. അപ്പോൾ എനിക്ക് കിട്ടുന്ന ദാനധർമ്മം, ഇവിടെ പരാതിയും പരിഭവങ്ങളൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് തരും. നമ്മളിങ്ങനെയൊക്കെയാണ് കൂട്ടുകൂടേണ്ടത്. ഞാൻ അങ്ങോട്ട് തരും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടുകൂടും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യും. ഈ പൊട്ടന്മാരെ വെച്ച് നമുക്ക് കാശുണ്ടാക്കാം. മനസ്സിലായോ? ഈ വിഡ്ഢികൾ അവിടെ വന്ന് തെറി എഴുതി വയ്ക്കും, ഞാനതെടുത്ത് യൂട്യൂബ് ചാനലിലേക്ക് ഇടും. അപ്പോൾ നിങ്ങളൊരു നല്ല ഒരു അറിവുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെപ്പോലുള്ളവർ വേണം ഈ കേരളത്തിന് ആവശ്യം. അപ്പോഴേ ദാനധർമ്മം എന്ന് പറയുമ്പോൾ അവിടെ ചോദ്യമോ ഉത്തരമോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ദാനം കൊടുക്കുവാണ്, അതിൽ പരാതിയില്ല, പരിഭവങ്ങളില്ല, ഒന്നുമില്ല. ഉള്ളപ്പോൾ കൊടുക്കുന്നു, ഇല്ലാത്തപ്പോൾ ഇല്ല, അത്രയേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പിടിവലിയില്ല, വാക്ക് തർക്കങ്ങളില്ല, എന്നെ പറ്റിച്ചു, എന്നെ വെട്ടിപ്പ് നടത്തി എന്നൊന്നുമില്ല. മനസ്സിലായോ? ഓക്കെ, നന്ദി, നമസ്കാരം. അന്നേരം ഈ പൊട്ടന്മാരെ വെച്ച് ഞാൻ നന്നായിട്ട് കോടികളുണ്ടാക്കാൻ പോവുക. ഇതിന് ഈ മെൻ്റൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പോവുക. എടാ നാറികളെ, നീയൊക്കെ എന്നും വന്ന് ഇങ്ങനെ എഴുതിയിട്. നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നിൽക്കുമല്ലയോ? എടാ നീയൊക്കെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഞാൻ നീയൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ഞാൻ പഠിക്കുമോ? അതുമില്ല. നീയൊക്കെ നിൻ്റെ മാനസിക വിഭ്രാന്തി എടുത്ത് അവിടെ എഴുതിയിട്ടുകൊണ്ടേ ഇരിക്കും. ഞാൻ ഇതിനെയൊക്കെ എടുത്ത് യൂട്യൂബ് ചാനലിട്ട് കാശും വാങ്ങിക്കും. അപ്പോഴേ നീയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ നടന്ന് നിൻ്റെയൊക്കെ ഉള്ള തെറി മൊത്തം എഴുതി വയ്ക്കുമോ? അവിടെ എഴുതി വെച്ച് വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നിൻ്റെയൊക്കെ തല ഭ്രാന്ത് പിടിച്ച് ചൂട് പിടിച്ച് എന്നെ പഠിപ്പിച്ച് നീയൊക്കെ കീപ്പോട്ട് വരും. ഞാൻ മേപ്പോട്ട് പോകും. കുറേ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നടക്കുക, ഗ്രാമറും ഇംഗ്ലീഷും ഒക്കെ. നീയൊക്കെ എന്നെ പഠിപ്പിച്ച് നീയൊക്കെ വട്ട് ഭ്രാന്ത് പിടിച്ച് കഴിയും. ഞാനാണെങ്കിൽ മേലോട്ട് പോകും. നീയെല്ലാം അവിടെ തെറിയെല്ലാം എഴുതി വെച്ച് കീപ്പോട്ട് വരും.
ഇന്ത്യയൊക്കെ തിരുമോന്ത ലോകം പോലും കാണത്തില്ല. മനസ്സിലായോ? എന്നെ ഇംഗ്ലീഷ് പാപ്പിച്ചാൻ വരുന്നതാ. ഞാൻ എൻ്റെ ഇംഗ്ലീഷിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവും. നീയൊക്കെയോ? നിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് തെറിയും വിളിച്ച് മാനസിക വിഭ്രാന്തി എടുത്ത് നീയൊക്കെ പിന്നെ എൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിൽ പിന്നെ ഇങ്ങനെ കിടക്കേണ്ടി വരും. നിനക്കൊക്കെ ഇപ്പോഴേ പ്രാന്ത, അതെനിക്കറിയാം. അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ ഗുരു ചമഞ്ഞ് വരുന്ന നിന്നെയൊക്കെ ഇപ്പോഴേ ഞാനെടുത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇടുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇച്ചിരി വിവരം ബോധം വിദ്യാഭ്യാസമുള്ള നീയൊക്കെ ആണു എന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കുമോ? ചിന്തിക്ക്. 4 അക്ഷരം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കത്തില്ലേ? അപ്പോൾ നിനക്കൊന്നും ഇംഗ്ലീഷും അറിയത്തില്ല, മലയാളം അറിയത്തില്ല, ഒന്നും അറിയാൻ കഴിയാത്ത രീതിയിലേക്ക് നീയൊക്കെ എത്തി. തെറി മാത്രം പറയാൻ അറിയാവുന്ന രീതിയിലേക്ക് എത്തി. പിന്നെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇവളുടെ മുമ്പിലൊന്ന് പിടിച്ച് നിൽക്കണമല്ലോ എന്ന് കരുതി നീയൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് അവിടുത്തെ ഇംഗ്ലീഷാണ് ഇവിടെ നീയൊക്കെ കൊണ്ടുവന്ന് തർജ്ജിമ ചെയ്ത് ഇടുന്നത് എന്നുള്ള വിവരം എനിക്കറിയാം. പക്ഷെ ഈ കേരളത്തിൽ ആർക്കും അത് മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? നീയൊക്കെ ഗൂഗിൾ ഇംഗ്ലീഷ് ഇവിടെ തർജ്ജിമ ചെയ്തിടുക എൻ്റെ മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ. അല്ലാതെ നിനക്കൊക്കെ 10 പേരുടെ മുമ്പേ ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയോ? ഇല്ല. പിന്നെ നിൻ്റെയൊക്കെ വിവരദോഷം, അതായത് ഇംഗ്ലീഷ് അറിയാവുന്നവർ മാത്രമേ ഈ കേരളത്തിലും ഈ ഭൂമിയിലും ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിൻ്റെയൊക്കെ ഈ പൊട്ട കാര്യങ്ങളെ എനിക്ക് ഈ അന്യ രാജ്യങ്ങളിലേക്കും കൂടെ എനിക്ക് കടത്തി വിടണം. എല്ലാം ഒന്നും അറിയാൻ കഴിയാത്തവർക്കും എല്ലാം അറിയാൻ കഴിയുന്നവർക്കുമൊക്കെയും ജീവിക്കാനുള്ള ഒരിടമാണ് ഈ ഭൂമി എന്ന് നിനക്കൊന്നും അറിയത്തില്ല. പക്ഷെ അതൊക്കെ എനിക്ക് BBC ന്യൂസ്, നൈജീരിയ, പോളണ്ട്, ഇംഗ്ലണ്ട്, അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, അങ്ങനെയുള്ള പല രാജ്യങ്ങൾ, ജപ്പാൻ, ചൈന, അവിടെയൊക്കെ എനിക്ക് പടർത്തി വിടണം. കേരളത്തിലുള്ള മണ്ടന്മാരെ കുറിച്ച് എനിക്ക് പറയണം. ഒന്നത്. രണ്ടാമത് ദേശങ്ങൾ, എല്ലാ ദേശങ്ങളിലേക്കും പോകണം. ഇനി തമിഴ്നാട്ടുകാരല്ല ഇവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരണം. കേരളത്തിലുള്ള പൊട്ടന്മാർ മാത്രമല്ല, തമിഴ്നാട്ടിലുള്ളവരും വരണം. തമിഴ്നാട്ടിലുള്ള എല്ലാ മീഡിയക്കാരും വേണം. കേരളത്തിൽ കുറേ വിഡ്ഢികളായ മീഡിയക്കാരുണ്ട്. അവരെന്നോടൊന്നും കാര്യമായിട്ടുള്ളതൊന്നും വന്ന് ചോദിക്കത്തില്ല. അഥവാ ചോദിച്ചാൽ തന്നെ അത് ഞാൻ പറഞ്ഞു കൊടുത്താൽ തന്നെ അതെടുത്ത് അവർ വീഡിയോ പിടിച്ചിടുകയും ചെയ്യില്ല. അവരെ ഞാൻ നല്ല കാര്യങ്ങൾ പറയാമെങ്കിൽ അത് അവരിടത്തില്ല. അപ്പോൾ BBC ന്യൂസും ഒക്കെ വരും, എനിക്കറിയാം. അമേരിക്ക, ഇംഗ്ലണ്ട്, പോളണ്ട്, നൈജീരിയ, ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഇന്ന് വരെ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നന്ദി, നമസ്കാരമൊക്കെ, ബൈ. അപ്പോൾ എല്ലാ എണ്ണം വന്നു നോക്കുക. മെൻ്റൽ ഗ്രൂപ്പിലേക്ക് വരൂ. അവിടെ ഞാൻ കമൻറ്റ് ബോക്സ് സെല്ല് തുറന്ന് ഇടുകയാണ്. നിന്നെയൊക്കെ വെച്ച് ഞാൻ കോടികളുണ്ടാക്കും, നോക്കിക്കോ. എന്നിട്ട് ഞാനും എൻ്റെ ശിഷ്യഗണങ്ങളും എൻ്റെ സുഹൃത്തുക്കളും കൂടെ അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മം ചെയ്യും. നീയൊക്കെ ഇവിടെ വന്ന് കരഞ്ഞു കൂവി വന്ന് എന്നെ പാപ്പിച്ചാൻ വരും, ഇംഗ്ലീഷ് പാപ്പിച്ചാൻ വരും. നീയൊക്കെ പഠിക്കുമോ? അതുമില്ല. ഞാൻ പഠിക്കുമോ? അതുമില്ല. നീയൊക്കെ കണ്ടോ? നിന്നെയൊക്കെ വെച്ച് ഞാൻ ഇച്ചമ്മ ജറവ ഈ ഹൃ എഴുതുന്നറിയാമോ? അതിൻ്റെ ആദ്യം എങ്ങനെ എഴുതുന്നത്, അവസാനം തുടക്കം എങ്ങനെ, അവസാനം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പോലും അറിയില്ല. അതുപോലെ നിൻ്റെയൊക്കെ മൂക്ക് വെച്ച് ഞാൻ അതേ രീതി വരപ്പിച്ചെടുക്കും കേട്ടോ.